നല്ല കുട്ടി. ഇതുകൂടെ കഴിക്ക്. കഴിക്കും മോനെ കുറച്ചുകൂടി. എന്റെ പൊന്നു മോനല്ലേ. വേണ്ട മമ്മി, എനിക്ക് കിടക്കണോ? ഇത് കണ്ടില്ലേ, ഒരു വക കഴിക്കുന്നില്ല. ആഹാരം കഴിക്കാഞ്ഞിട്ടോ എന്തോ വല്ലാത്ത ക്ഷീണമാ. എപ്പോഴും കിടക്കണമെന്നാ പറയുന്നത്. പണ്ണിന് കിടക്കണുണ്ടാടി. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോ? ഇന്ന് സൺഡേ അല്ലേ, ഡോക്ടർ വന്നിട്ടില്ല. എന്നാ വീട്ടിലേക്ക് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. നിന്റെ പരിഭ്രമം കാണുമ്പോ ഞാനും ആകെ തളർന്നു പോകുന്നു. ഒന്ന് സമാധാനമായിരിക്കെ. ബ്ലഡ് റിസൾട്ട് കണ്ടിട്ടേ എന്തെങ്കിലും പറയാൻ കഴിയുന്നോ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് ആകെ ഭയം തോന്നുന്നു. നിന്റെ സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. നീ പോയി ഡ്രസ് എല്ലാം മാറ്റി. ഇന്റർവ്യൂവിനെന്നും പറഞ്ഞ് ആ സുലുവിനെ ഇന്നലെ പോയതാ. ഇതിനു മുമ്പും ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ആ തള്ള നെഞ്ചത്തടിയും നിലവിളിയും തന്നെ. ആ വരുന്നവനില്ലേ കൊച്ചപ്പൻ, അവൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഇന്നലെ പോയത്. മോനെ, മധുരം കുറച്ചൊരു ചായ. എന്താ കൊച്ചപ്പണ്ണ ഈ വഴി? കൊച്ചപ്പന് കാലയിലല്ലേ മോനെ ചോറ്. എടോ, താൻ ഇന്നലെ ആ സുലോചന പെണ്ണിനെയും കൊണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് അവളെവിടെ? ജോലി മേടിച്ചു കൊടുക്കുക എന്നല്ലാതെ അവിടെ നിന്ന് വരുന്നോ പോകുന്നോ എന്ന് നോക്കാൻ കൊച്ചപ്പന് നേരമില്ല. അപ്പോ തനിക്കിതൊരു സ്ഥിരം പരിപാടിയാണല്ലേ? അങ്ങേരുടെ ജോലി തന്നെ ഇതാ. ഞാൻ എത്ര പെൺകൊച്ചങ്ങൾക്ക് ആ ജോലി മേടിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് അറിയാവോ? എന്തോ ജോലിക്കാ കൊണ്ടുപോന്നേ? അങ്ങനെ വല്ലതുണ്ടോ? നല്ല പ്രായത്തിൽ എന്ത് ജോലിയാ ചെയ്യാൻ വയ്യാത്തത്? രണ്ടായാലും കാശ് കിട്ടുന്ന പണിയാ. പിന്നെന്താ? അപ്പോ തന്റെ ബിസിനസ് മോശമല്ലല്ലോ. വയറ്റിട്ട് പല്ലേ കൊച്ചന്മാരെ. പെമ്പിള്ളേരെ കൊണ്ടുപോയി എന്റെ പല്ലല്ലേ മക്കളെ, എന്റെ പല്ലല്ലേ. സത്യം പറ, സുലോചന എവിടെ കൊണ്ടുപോയത്? നായർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അപ്പോഴേക്കും പോന്നു. അണ്ണാ അണ്ണാ അണ്ണാ, എന്താണ്? നമ്മുടെ സുലോചന സുലോചനയുടെ ശവം കടപ്പുറത്ത് കിടക്കുന്നു. അമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അമ്മ ശാസിക്കില്ല. നിനക്ക് അവളോടൊന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയുന്നതും അമ്മ പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവളെ കോളേജിൽ അയക്കുന്നത് കണ്ടവരുടെ കൂടെ അങ്ങും ഇങ്ങും അലഞ്ഞു നടക്കാനല്ല. അവളോട് ഇനി ഒന്നും പറയണ്ട. കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുക വേണ്ടത്. ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടൊന്നും പ്രയോജനമില്ല. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്റെ മോളെ, എന്തൊരു ദുരിതങ്ങളൊക്കെയാണ്. ആ ദുഷ്ടൻ ഇതെങ്ങാനും അറിഞ്ഞാൽ അയാളുടെ മോനെ നമ്മൾ വശീകരിച്ചെടുത്തെന്നല്ലേ പറയൂ. അവനല്ലാതെ മറ്റാരെ വേണമെങ്കിലും അവൾ സ്നേഹിച്ചോട്ടെ, വിവാഹം നടത്തി കൊടുക്കാം. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പഠിച്ചതൊക്കെ മതി, ഇനി വീട്ടിൽ നിന്നോട്ടെ. നീ ഹോസ്റ്റലിൽ നിന്ന് എപ്പോഴാ പോകുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക്. എന്റെ മുഖത്ത് നോക്കി പറയടി, നീ മിനിഞ്ഞാൻ അവിടുന്ന് പോകുന്നതല്ലേ? ഇത് ആര് പറഞ്ഞമ്മേ? മിനിഞ്ഞാൻ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ ഒരു എക്സ്ട്രാ ക്ലാസ് അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മോളെ ഞാനീ പറയുന്നത്. ആ കൊച്ചനുമായുള്ള ബന്ധം നമുക്ക് വേണ്ട. ആരെ പറ്റിയാണ് അമ്മീ പറയുന്നത്? ഇതാരാ? വേറെ ആരായിരുന്നാലും ഞാൻ സമ്മതിക്കുമായിരുന്നു. ആ കുടുംബവുമായുള്ള ബന്ധം നമുക്ക് പറ്റില്ല മോളെ. പ്രതാപ് നല്ലവനാണമ്മേ. അല്ല, ഒരിക്കലും അല്ല. പാമ്പിന്റെ കുഞ്ഞാണവൻ. അവൻ നിന്നെ ചതിക്കും. അമ്മ പറയുന്നത് കേൾക്കുമോളെ. ഇല്ലെങ്കിൽ അവന്റെ അച്ഛൻ നിന്റെ അമ്മയെയും ചേച്ചിയെയും നശിപ്പിക്കും. വിവാഹം അതും അവളെ. നിനക്ക് നാണമില്ലേ പറയാൻ? എടാ, എന്തും സാധിക്കാവുന്ന ഒരു അച്ഛന്റെ മകനാണ് നീ. ആ പെണ്ണേത്? ഏതാണ് അവളുടെ കുടുംബം? ആരാണ് അച്ഛൻ? ഇത് വല്ലതും നിനക്കറിയാം? സ്നേഹം, ചടലിലോ മാന്മാങ്കട്ടി. എടാ, ബന്ധങ്ങൾ എപ്പോഴും ഉയരങ്ങളുമായിട്ടായിരിക്കണം. നീ എന്നേക്കാൾ വലിയവനാകേണ്ടവനാണ്. അതിന് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് തടസ്സമാണോ അച്ഛൻ? തീർച്ചയായും. എല്ലാ പ്രതാപങ്ങളും ഉള്ള നിന്റെ അച്ഛന് അതിൽ കുറഞ്ഞ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇഷ്ടമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഈ പ്രായത്തിൽ ഒരു പെണ്ണിനോട് തോന്നുന്ന വികാരത്തിന് കൗതുകം എന്നാണ് പേര്. കൗതുകത്തിന്റെ പേരിൽ ആരും ആരെയും വിവാഹം കഴിക്കരുത്, കഴിക്കാൻ പാടില്ല. നെവർ മൈൻഡ്. ഇനി നീ അവളെ കാണരുത്, ആ ബന്ധം തുടരുകയും ചെയ്യരുത്. അച്ഛാ, നോ നോ, എനിക്കൊന്നും കേൾക്കണ്ട. സാർ, നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചീഫ് എഞ്ചിനീയർ MLA കാണും. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. പിന്നെ ആ അമ്മുവിന്റെ അനിയത്തി മാധവിയെ കൂടി കൂട്ടിക്കും. ഏടത്തി എതിർത്തേക്കും, അത്ര കാര്യാക്കണ്ട. ശരി സാർ. എന്താ മെത്തിയോ? അന്ന് ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടിയുടെ മരണത്തെ കുറിച്ച് പുതിയ DIG അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ചെറുപ്പത്തിന്റെ ആവേശം. സാരല്ല, കൂടുതൽ അന്വേഷിച്ചാൽ അവൻ യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിലിരിക്കും. എന്റെ അനിയത്തിക്ക് ആ കമ്പനി ജോലി വേണ്ട. നായർ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി വേണ്ടെന്ന് ആരെങ്കിലും പറയോ പെങ്ങളെ? അവിടുത്തെ ജോലി എന്താണെന്ന് എനിക്കറിയാം. ചെന്ന് പറ മാധവി അമ്മുവിന്റെ അനിയത്തിയാണെന്ന്. നായർ അദ്ദേഹത്തിന് നല്ലപോലെ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, മാധവിയെ കൊണ്ട് ചെന്നേ പറ്റൂ. കമ്പനി ജോലിക്ക് എന്നില്ലെങ്കിൽ കൊണ്ടുപോകും അത്രേ. എന്താ ചേച്ചി, നീ അകത്ത് പോ. ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ അവളെയും കൊണ്ടേ പോവും. നിന്നെയൊക്കെ എറിഞ്ഞു വിടടാ, ഞാൻ മറിയടാ. എന്നാൽ അതൊന്ന് കാണാനോ? ഇതൊന്നും വെള്ളരിക്കാൻ പറ്റണോ? പെണ്ണുങ്ങൾക്ക് ജോലി കൊടുത്തേ അടങ്ങും നായരദ്ദേഹം. എടാ, ഞങ്ങൾ കുറച്ച് ആണുങ്ങൾ വില കറങ്ങി നടപ്പുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ പറ. ഇരിക്കട്ടെ. മാധവിയെ കൊണ്ടുവന്നോ അതോ ഞങ്ങൾ വന്നാ മതിയോ? അതോ സ്വന്തം തരരക്ഷിക്കാൻ നോക്കുന്നു? നിന്നെയൊക്കെ കണ്ടോടാ. അത് പിന്നത്തേക്ക് വെക്കണ്ട. അപ്പപ്പ കണക്ക് തീർത്താ മനസ്സിനൊരു സമാധാനം കിട്ടും, അല്ലേ അണ്ണാ? പോടാ അവിടുന്ന്. അകത്ത് പോ. എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു വളർന്നു. 15 സെന്റ് സ്ഥലവും 10 പവനും കിട്ടേണ്ടതാ, അത് ഇല്ലാതാക്കി വളർന്നു. എനിക്ക് വേറെ ആരുമില്ല അമ്മേ, പോകാനൊരിടവും ഇല്ല. നിന്നെ അയക്കുന്ന സ്ഥലം എനിക്കറിയാവടി. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ വെറുതെ കയറി വന്നോളൊന്നുമല്ല, ഞാൻ പോവില്ല. ഒറ്റക്കയോടി, നിന്നെ ഞാൻ കത്തിച്ച് ശാമ്പലാക്കും. നമ്മുടെ സുലോചനയുടെ കേസ് പുതിയ DIG വീണ്ടും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അണ്ണൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? DIG അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും ആ നായരുടെ പോക്കറ്റിൽ. അയാൾ അത്തരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരട്ടെ, നമുക്ക് കാണാം. അണ്ണാ അണ്ണാ, എന്താടാ ഗീത ചേച്ചി ആ തള്ള. നീ എന്താടാ ഈ പറയുന്ന ചെറുക്ക? ഗീത ചേച്ചി മരിച്ചു കിടക്കുന്നു. അണ്ണാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ മോളെ, എന്റെ പൊന്നു മോളെ. അയ്യോ, ഈ തള്ള വെറുതെ വച്ച് വയ്ക്കുന്നതാ. ഇവര് മണ്ണെണ്ണ എടുത്ത് വയ്ക്കുന്ന ഞാൻ കണ്ടതാ. എടാ, നിന്റെ ഒരു കൊലനാക്ക് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്നോടാ പറയാനടാ. എന്റെ മോളെ. വാ അണ്ണാ, പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കാം. എന്റെ മോളെ.